ശ്രീരാമനാമം ജപസാരസാഗരം. ഖരദൂഷണ തൃശിരാക്കളെല്ലാം വധിക്കപ്പെട്ടു. അവരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്ന ദിവ്യരൂപം ധരിച്ച് വാനിലേക്ക് ആ സ്വർഗത്തിൽ എത്തിച്ചേർന്നു. ആ ഭഗവാനെ പോകുന്നതിന് മുമ്പ് ശ്രീരാമനെ സ്തുതിക്കാണ്. അവരുടെ കഥയും പറയുന്നുണ്ട് എന്താണെന്ന്. ഖരദൂഷണ തൃശിരാക്കൾ. ഖരദൂഷണ തൃശിരാക്കളാം നിശാചരവരരും 14,000 മരിച്ചത്. നാഴിക 3.25 കൊണ്ടു രാഘവൻ തന്നാൽ ഊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. 3.25 നാഴിക കൊണ്ട് ശ്രീരാമൻ അവരെ എല്ലാവരെയും വധിച്ചു. ഒറ്റയ്ക്ക് നിന്നിട്ട് സീതാദേവിയെ ലക്ഷ്മണൻ ഒരു ഗുഹയിൽ അവിടെ ഒളിച്ച് ഇരുന്നിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ശ്രീരാമൻ തന്നെ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത് ഇവരെല്ലാവരെയും വധിച്ചത്. അവർ വധിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ലക്ഷ്മണൻ പുറത്തു വരും. അവരെല്ലാവരും ദിവ്യരൂപം ധരിച്ച് മേൽപോട്ട് പോകുന്നതിന് മുമ്പേ ഭഗവാനെ സ്തുതിക്കുന്നു. നാഴിക 3.25 നാഴിക കൊണ്ടു രാഘവൻ തന്നാൽ ഒഴുകിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം. ജ്ഞാനവും ലഭിച്ചിരൂ രാഘവൻ പോക്കൽ നിന്ന് മാനസേ പുനരവരേവരോ മധു നേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടുകൂപ്പി സ്തുതിച്ചാർ പലതരം. ശ്രീരാമന്റെ കയ്യിൽ നിന്ന് ജ്ഞാനം നേടി അതിനുശേഷം സ്തുതിച്ചു. നമസ്തേ പദാംബുജം രാമാലോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭീഷ്ടപ്രദം. സമസ്തേശ്വരാദയാ വാരിധേ രഘുപതേ രവിച്ചീടണം ചിത്തം ഭവതി രമാപതേ. ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനീജനമുദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലച്ഛേദന കുഠാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ. രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്ന് മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്ന് മഹാദേവൻ അവർക്ക് പണ്ട് വരം കൊടുത്തിരുന്നു. ആ കഥ പറയാണ്. എന്നരുൾ ചെയ്തു പരമേശ്വരനതോ മൂലം നിർണയം മഹാദേവനായതും രഘുപതി. ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടനമാനന്ദസ്വരൂപനാം നിൻ തിരുവടിനാഥ എന്നവർ അപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയ മനപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതോ പരമാത്മാ. ജാഗ്രത് സ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും ഇതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യകൗമാരാദികളാഗമപായികളാം കാര്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവോ പരബ്രഹ്മമാനന്ദാത്മകം. പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽ കാരണൻ ദാശരഥി. രാഘവൻ 3.25 നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന 14,000 രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്ന് രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗഘ നികൃത്തമം ഭദ്രവിഗ്രഹം കണ്ടു മുക്തഭാഷ്പോദം. വിദേഹാത്മജാ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാളൊക്കവേ പുണ്ണോമതിൻ വടവും മാച്ചിടിനാൾ. രക്ഷോവീരന്മാർ വീണു കിടക്കുന്നതോ കണ്ടു ലക്ഷ്മണൻ നിജഹൃദി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തൻ്റെ വരവുണ്ടി നീയിപ്പോൾ എന്നു ദേവദേവനോ മരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ. ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം
യുദ്ധം ചെയ്തതും ഖരദൂഷണ ത്രിശീരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരീകെന്നു പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോടു ചൊന്നാനമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ. ക്രമത്താൽ ഇനിക്കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യ വൈദികളെന്നുറച്ചു മുനീജനം. ലക്ഷ്മണൻ ചെന്ന മുനിമാരെ അറിയിച്ചു ആ ഖരദൂഷണ തൃശിരാക്കളെല്ലാം വധിക്കപ്പെട്ട വാർത്ത. അപ്പോൾ അവർ പറയുകയാണ്, ഇനി ഈ രാക്ഷസന്മാരെല്ലാം ക്രമേണ എല്ലാവരും മരിച്ചു വീഴുമെന്ന് അവർക്ക് ഉറപ്പായി. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പല ലാശികൾ മായ തട്ടായ്വാൻ 3 പേർക്കും. അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. അതെ, ആ മുനിമാരെല്ലാവരും ചേർന്ന് ചിന്തിച്ച് ഒരു രക്ഷ അവർക്ക് നിർമ്മിച്ചു. അങ്കുലീയം, ചൂടാരത്നം, കവചം അത് കൊടുത്തയക്കുകയാണ്. അംഗത്തിൽ ചേർത്ത് വയ്ക്കുക, ഇത് ശരീരത്തിൽ ഉപയോഗിക്കുക, കെട്ടിവയ്ക്കുക. എങ്കിലാണ് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ കവചം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാക്ഷസന്മാരുടെ മായ തട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു 3 കവചങ്ങൾ കൊടുത്തു വിട്ടു. അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണനവ 3 കൊണ്ടുവന്നാശോ രാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്തംബുജ വിലോചനാൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശൂർപ്പണഖനെ രാവണനോട് ചെന്ന് സങ്കടം പറയണം. കരഞ്ഞുകൊണ്ട് രാവണൻ്റെ അടുത്ത് ഈ വർത്തമാനങ്ങളെല്ലാം അറിയിക്കാൻ രാവണൻ്റെ അടുത്ത് പോയി. രാവണ ഭഗിനിയും രോദനം ചെയ്തു. പിന്നെ രാവണനോടോ പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലരും ഭഗിനിയോടവനു മുല ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാനൊടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവളോ മുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതനതിശഹൻ എന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥ. ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തോ കിടന്നീരെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശീരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലമവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവാനവന് ഞാൻ. സൂതരി ചൊന്നാളതു കേട്ടു രാവണനോട്. യാതുദാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമീതടം പുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ട് ഞാൻ നിൽക്കുന്നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടാൻ ജഗദാശ്രയഭൂതൻ ജഡാവൽക്കലങ്ങളും പൂണ്ടു. ചാപബാണങ്ങളോടും ഇത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മദാനങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷ നാരിമാരിലേവം കാണുവാനുമില്ല കേൾപ്പാനുമില്ല നൂണം. ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാതുവും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പുണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ. അനങ്കനും ദേവതയവളല്ലോ
തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം വികൽപ്പമില്ലൽപ്പവുമിതീനിപ്പോൾ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. നാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ. വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ, യുദ്ധാർത്ഥം നക്തഞ്ചരാനീകിനിയോടും അവൻ. രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം, നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടം പിണങ്ങിയിടുകിൽ വിശ്വംശനാൽ, വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കണ്ണൻ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. സ്വകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകയിൽ എത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ, ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നെ മണിയറ തന്നിലങ്ങകം പൂക്കാൻ വന്നതില്ലേതും നിദ്രാചിന്തയുണ്ടാകമൂലം. ഇത്രയും ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ 3:45 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരന്താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും. പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ, മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രദൻ. ധാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണമെന്നോ, ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ, ചെന്നു വൈകുണ്ഠരാജം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ, അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ. കല്യാണപ്രധാനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും. ഇത്തമാത്മനി ചിന്തിച്ചുരച്ചു രക്ഷോനാഥൻ, തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞതാ, രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രമാനവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിയിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാരപാരമാം തീരം തത്ര. മാരീജാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം, ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും. മാരീജാശ്രമത്തിൽ ചെന്നു ആ രാവണൻ, മാരീജനും രാവണനും തമ്മിലുള്ള സംവാദമാണ് പറയുന്നത്. മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീജനം. ലൗകികാത്മനാ ഗൃഹത്തിങ്കനാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിനണച്ചാനന്ദാശുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനം, എന്തൊരാഗമനമീ ദേവനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതോ വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കന്മഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാനാരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം. സാകേതിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ. രാമലക്ഷ്മണന്മാരെന്നിരുവരിതു കാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യെ വന്നു വാഴും നീതവർബലാൽ. എന്നുടെ ഭഗീനിതൻ നാസികാഭുജങ്ങളും
കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താൻ ഏകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിരുതി ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പൂനീടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തിഗന്ധരവാക്യം കേട്ടു മാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പ്രാർത്ഥിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിലഴി അറിയുകനേ. രാമചന്ദ്രനിലുള്ള ഭക്തി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. രാക്ഷസ വംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിരു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതോ ചൊല്ലുകെന്നതോ കേട്ടു ചിന്തിച്ചു വിധാതാവുമർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തിഗന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുറം പൊക്കോ സുഖിച്ചു വസിക്കനേ. മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ എന്ന് മാരീചൻ രാവണനോട് പറഞ്ഞു. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ. നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാൻ അരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെ യവണ്ണമല്ലെന്നാക്കുവാനാളാരിടോ. നന്നു നിന്ന ജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയോ അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നെപ്പോലെ. ഒന്നിനെ മറുത്തു നീയുര ചെയ്യുന്നാകിൽ എന്നുടെ വാൾക്കൂണാക്കിയിടുന്നതും നിന്നു തന്നെ. മറുത്തൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി എന്ന് പറയുകയാണ്. അല്ലെങ്കിലോ എൻ്റെ വാളിൻ്റെ ഊണായി ഭക്ഷണമായി തീരുന്നതാണ്. എൻ്റെ വാളുകൊണ്ട് ഞാൻ നിന്നെ വെട്ടിക്കൊല്ലുമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനം. നന്നല്ല ദുഷ്ടായുധാമേറ്റു നിർയാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. അങ്ങനെ മാരീചൻ രാവണൻ്റെ കൂടെ പോകാൻ തയ്യാറായി. സ്വർണ്ണവർണ്ണം കൊണ്ടൊരു മാനായി. രാക്ഷസ രാജാഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു. വിചിത്രാകൃതി കലർന്നോറും പൊൻനിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തിഗന്ധരൻ തേരിലമ്മാറുകരേറിനാൻ. ചെന്താർബാണനും തേരിലേറിനാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ധനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായോരു പൊന്മാനായി. ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ കൊണ്ടും
നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പുക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയോ മനോരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിജേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾവി. രക്ഷോനായകൻ നിന്നെ കൊണ്ടു ഭൂവതിയിലിപ്പോൾ ഭിക്ഷുരൂപേണ വരൂ മന്തികേ ജനഗജേ. നീയൊരു കാര്യം വേണമതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കനേ ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം. ആശ്രയാശങ്കലൊരാണ്ടിരുന്നിടണം ജഗദാശ്രയ ഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവിദാനം കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കേ വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. ആ സീതാദേവി വന്യമണ്ഡലത്തിന് മറിഞ്ഞിരുന്നു രാവണവധം കഴിയുന്നവരെ. അത് പർണശാലയിൽ ഛായാദേവി, അതായത് മായാസീതയെ നിർത്തിയിട്ട് സാക്ഷാൽ സീതാദേവി അഗ്നിമണ്ഡലത്തിൽ മറിഞ്ഞിരുന്നു. മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമൃഗമൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതേനേതും എത്രയോ മടുത്തോ വന്നിടുന്നു മരുക്കമുണ്ടെത്രയോമെന്നു തോന്നും. കളിപ്പാനതിസുഖമുണ്ടിതോ നമുക്കിങ്ങോ വിളിച്ചിടുക വരോമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചീടരുതേതം ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ. യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും. സീതയെ ഏൽപ്പിച്ചു ലക്ഷ്മണനെ ഏൽപ്പിച്ചു സീതയെ. അതിനുശേഷം ആ മാനിൻ്റെ പിന്നാലെ പോവുകയാണ്. എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തോടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തു കൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്തമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതോ നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിന്നേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതോ കൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസ വേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാ ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോട് ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമാവാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയോമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിൻ തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തിഗന്ധരൻ തനിക്കതീനുള്ളു ഭയമേതെന്തറിയാതെ അരുൾ ചെയ്യുന്നീതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിജാരികളുടെ മായയിലറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകയില രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ.
ജാനകിയതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നോരോ ഭേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതോ നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥമവൻ തന്നെ നിയോഗത്താൽ കൂടെ പോനിതു നീയും രാമനു നാശം വന്നാൽ ഗൂഢമായ എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുക ഇല്ലതാനോ ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാനറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധ്യാധരിച്ചില്ല രാഘവനേതും രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തിണ്ടുകയില്ലല്ലോ ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തിപ്പുനരവളോടുര ചെയ്താൻ നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തു കൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ടി ദിഗ്ധീഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളിൻ മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സീതാപഹരണം അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായി അവതരിച്ചിടിനാൻ അവനിയിൽ. ആ സമയത്ത് രാവണൻ ഭിക്ഷുവേഷത്തിൽ സീതാദേവിയുടെ അടുത്തു. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടെ ചാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിധേ. ഭർത്താവു വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും, ക്ഷുത്രിടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീയാരമലെ ചൊല്ലിയിടു നിൻ കമീതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനാഭൂമി തന്നിൽ നീയൊരു നാരീമണീതാനെ വാഴുന്നതെന്തോരായുധപ്പാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ ഒക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയതോ കേട്ടുര ചെയ്തിടിനാൾ. മേദിനീപതി വരനാമയോധ്യാധിപതി വാട്ടമില്ലാത ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അദ്ഭുത വീര്യൻ തന്നെ ധർമ്മപത്നി ജനകാത്മജാനാണോ. ധന്യനാമനൂജനം ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും വിദുരാജ്ഞയാ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 കഴിവോളവും വേണം താനോ മതിയിലു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലെ പങ്കജ വിലോചനെ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യജനേജനാം രാക്ഷസ രാജാവു ഞാൻ ത്രൈലോകത്തെങ്കലെന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നോ നീ പോരേണം മയാസാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവാലോകസുന്ദരീനാഥേ. താപസവേഷം പുണ്ടരാമനാലെന്തുഫലം താപം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരീ മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. വാക്യമേവം കേട്ടതീ ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ.
സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ മേദിനീപതി മമാഭർത്ത ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനോ കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം. അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവ പത്നിയെയും തേരതിയിലെടുത്തു ആകാശമാർഗേ ശീഘ്രം പോയി ദൂതശാസ്യനും. ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹാഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനും ഒരു പത്രമാനായുള്ളൊരു ക്രുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അഭ്രിയും പത്രാണിലക്ഷുബ്ധമായി ചമായുന്നീതദ്രികളിലകുന്നു വിദ്രുത മധുനേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിവെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിരു കാക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രി ജാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘൂതരം. പക്ഷിനായകരുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിരി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത ചിത്രത്തോടും ദക്ഷിണാദിക്കു നോക്കി മറ്റൊരു തേരിലേറിത്തെറ്റെന്നു നട കൊണ്ടാൻ. മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റോയിനിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമാനായ നിന്റെ ജീവനം പോകായികെന്ന് പൃഥ്വിപുത്രിയും പരംപത്രിരാജനു നൽകി. പൃഥ്വിമണ്ഡലമകന്നാശുവേൾ പോട്ടുപോയാൾ. അയ്യോ രാഘവ ജഗന്നായകാദയാനിധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോനായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ. രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ. കൗണപാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസാ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാനത്തേഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാണതു നേരം. പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. വിദ്രുതം വിഭൂഷണ സഞ്ജയാമഴിച്ചു തന്നുത്തരീയാർദ്ധഖണ്ഡം കൊണ്ടു ബന്ധിച്ചു. രാമഭദ്രനു കാൺമാൻ യോഗം വരീകന്നകതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. മത്തനാം നക്തഞ്ചരനറിഞ്ഞീലതും അപ്പോൾ അബ്ധിയുമുത്തീര്യതൻ പത്തനം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകകാനനദേശേ. ശുദ്ധഭൂതലേ മഹാശിംശപാദരൂമൂലേ